ഞങ്ങളുടെ ദിവ്യഭാഗവതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറിയിക്കുന്നു. അനവധി ആളുകൾ അതിന് സന്തോഷം അറിയിച്ചിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ കാണുന്ന സമയത്ത് പലരും അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. എന്തായാലും അത് ആളുകളത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കണം. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ. തേജോ വാര്യമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം ബാലാദാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അതിൽ 8-ാമത്തെ അധ്യായം കുന്തി ദേവിയുടെ കുന്തി മഹാറാണിയുടെ സ്തുതി അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. 21-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇവിടെ ഗോവിന്ദൻ എന്നുള്ള പേര് ആദ്യമായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ ഉപയോഗിച്ചത് കുന്തിദേവിയാണ്. വൃന്ദാവനത്തിലെ ലീലകൾ കുന്തിദേവിയെ വളരെയധികം ആകർഷിക്കുന്നു എന്നതാണ്. വൃന്ദാവനത്തിലാണ് ഭഗവാൻ ഗോവിന്ദൻ എന്നുള്ള പേരിൽ ഭഗവാൻ അറിയപ്പെടുന്നത്. ഇവിടെ വൃന്ദാവനത്തിലാണ്. അപ്പോൾ ഇവിടെ കൃഷ്ണായ, അതായത് ഈ ലോകത്തിൻ്റെ സകല ലോകങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്ന, എങ്ങനെയാണോ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് അതേപോലെ ഭഗവാൻ സകല ബ്രഹ്മാണ്ടങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്നു. അതേ ഭഗവാൻ തന്നെയാണ് വസുദേവരുടെ പുത്രനായത്. അപ്പോൾ ഒരു ഫാമിലി റിലേഷൻഷിപ്പ്, തൻ്റെ സഹോദരൻ്റെ പുത്രൻ എന്നുള്ള പ്രത്യേകമായ വാത്സല്യം കുന്തിദേവിക്കുണ്ട് ഭഗവാനോട്. അതാണ് വാസുദേവായ. പിന്നെ ദേവകീനന്ദനായ ച,
ദേവകീദേവിയുടെ പുത്രനായിട്ടുള്ള ഭഗവാൻ, ദേവകീദേവിയുടെയും വസുദേവരുടെയും പുത്രനായിട്ടുള്ള ഭഗവാൻ, അതാണ് വാസുദേവായ എന്ന് പറയുന്നത്. പിന്നെ നന്ദഗോപകുമാരായ, നന്ദഗോപരുടെ ഉണ്ണിയായിട്ടുള്ള ഭഗവാനെ, ഗോവിന്ദൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഭഗവാനെ ഇവിടെ നമസ്കരിക്കുന്നു കുന്തിദേവി. അപ്പോൾ മറ്റുള്ള അവതാരങ്ങളെക്കാൾ എന്താണ് കൃഷ്ണാവതാരത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ ആർക്കും സമീപിക്കാം ഭഗവാനെ എന്നുള്ളതാണ് ഭഗവാന്റെ ഈ അവതാരത്തിൻ്റെ വിശേഷത. ഏത് മാർഗത്തിൽ കൂടിയും കാമ ക്രോധ ഏത് വിധത്തിലായും ഭഗവാൻ ഏത് വികാരങ്ങളും ഭഗവാനിലേക്ക് സമർപ്പിക്കാം. അത് പരിശുദ്ധമായിട്ട് മാറും, കൃഷ്ണനിലേക്ക് എത്തിച്ചേരും, അത് പരിശുദ്ധമായി തീരും എന്നാണ്. അപ്പോൾ ഏത് പ്രണയാദി അങ്ങനെ ഏത് ഭാവത്തിലാണെങ്കിലും ഭഗവാൻ നമ്മളോട് സന്തോഷിക്കും. അതാണ് കൂടുതൽ അപ്രോച്ചബിളാണ് ഭഗവാൻ എന്നുള്ളതാണ് ഈ ഒരു മോർ അപ്രോച്ചബിൾ ഈ പ്രത്യേക അവതാരം എന്നുള്ളത് കൊണ്ട് ഈ കൃഷ്ണാവതാരത്തിന് മഹിമ വർദ്ധിക്കുന്നു എന്നതാണ്. ഇവിടെ തൻ്റെ സഹോദരൻ്റെ പുത്രൻ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നന്ദഗോപരുടെയും യശോദാദേവിയുടെയും പുത്രൻ എന്നുള്ള പേരിലാണ് ഭഗവാന് കൂടുതൽ സ്മരിക്കാനായിട്ട് കുന്തിദേവി ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു പ്രത്യേകം പറയുന്നുണ്ട്. ഈ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തവരാരാണ്? വ്രജവാസികളാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തവർ. അവർക്ക് യഥാർത്ഥത്തിലുള്ള ഗോലോകേശനായിട്ടുള്ള ഭഗവാനെ സഖ്യഭക്തി കൊണ്ട്, വാത്സല്യഭക്തി കൊണ്ട്, പ്രേമഭക്തി കൊണ്ട് പ്രാപിക്കാൻ സാധിച്ചു. അതുകൊണ്ട് വ്രജവാസി വളരെ ഭാഗ്യം ചെയ്തവരാണ് ഈ പ്രപഞ്ചത്തിൽ വെച്ച് എന്ന് ചൈതന്യ മഹാപ്രഭു പറയാറുണ്ട്. കാരണം ഇതേപോലുള്ള ലീലകൾ ഭഗവാൻ മറ്റൊരു സ്ഥലത്തും ചെയ്തിട്ടില്ല, ഈ ഒരവതാരത്തിലും ചെയ്തിട്ടില്ല. ഒരു അവതാര ഭൂമിയിൽ മറ്റൊരു സ്ഥലത്തും വൃന്ദാവനത്തിലെപ്പോൾ ലീലകൾ ഭഗവാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അതിന് പ്രാധാന്യം, ചൈതന്യ മഹാപ്രഭു അതിന് പ്രാധാന്യം വളരെ കൂടുതലുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാനെ നമ്മൾ സന്തോഷിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാ ദേവന്മാരും പൂർണ്ണമായിട്ടും സന്തോഷിക്കുന്നു എന്നും കുന്തിദേവി തൻ്റെ സ്തുതിയിൽ സൂചിപ്പിക്കുന്നു. ഇനി ഭഗവാൻ ഇപ്പോൾ തേരിൽ നിന്നും ഇറങ്ങി നിൽക്കുക ചെയ്യുന്നത്. വാസ്തവത്തിൽ ഭഗവാനെ സ്തുതിക്കുന്ന സമയത്ത് ഭഗവാന്റെ പാദത്തിൽ നിന്ന് ആരംഭിക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ ശിരസിൽ നിന്നും ആരംഭിക്കുക, ഇതാണ് പതിവ്. പക്ഷേ കുന്തിദേവി ഭഗവാന്റെ നാഭീകമലം മുതൽക്കാണ് സ്തുതിക്കാൻ തുടങ്ങുന്നത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ സഹോദരൻ്റെ പുത്രനാണ് തൻ്റെ. ഒരു പക്ഷേ ഭഗവാൻ ലജ്ജിച്ചു പോവോ, താൻ ഈശ്വരൻ എന്നുള്ള ഭാവത്തിലൊക്കെ നിൽക്കണം നമുക്ക് എന്ന് താൻ വിചാരിച്ചു പോവോ എന്നൊക്കെ ആ ഒരു ധാരണ കുന്തിദേവിക്കുണ്ട്. അതുകൊണ്ടാണ് അത്ര ആദ്യം ഭഗവാനെ നമ പങ്കജനാഭായ, നമ പങ്കജമാലിനേ, നമ പങ്കജനേത്രായ, നമസ്തേ പങ്കജാഘ്രയേ. എന്തുകൊണ്ടാണ് ഭഗവാനെ താമരയോട് ഉപമിച്ചിട്ടുള്ളത്? ഈ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായ പുഷ്പവും സൗരഭ്യമുള്ള പുഷ്പവും താമരയാണ്. പുറത്തെ ഈ താമരയ്ക്ക് എന്താ ഇതിൻ്റെ സുഗന്ധമില്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദ്യമായ ലോകത്തിലുള്ള ഈ താമര എന്നുള്ള ഈ പുഷ്പത്തിന് വളരെയധികം മനോഹാരിതയുണ്ട്, വളരെയധികം സുഗന്ധമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ വരുന്ന താമരയ്ക്ക് അത്ര സുഗന്ധം കാണുന്നില്ല. ഈ ഭൗതിക ലോകത്തിൽ ഈ കലികാലത്തൊക്കെ വരുന്ന താമരയ്ക്ക് സുഗന്ധം കാണില്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയുള്ള പുഷ്പമാണ്. ഭഗവാന്റെ ആ നാഭി കമലത്തിലാണ് ബ്രഹ്മാവുണ്ടായത് എന്നാണ്. അതേപോലെ തന്നെ പങ്കജമാലിനെ താമര കൊണ്ടുള്ള മാല ഭഗവാൻ ധരിക്കുന്നു. പിന്നെ ഭഗവാന്റെ കണ്ണുകൾ താമരപ്പൂവിൻ്റെ ഉള്ളിലെ ഇതള് പോലെ നീണ്ടിടംപെട്ട മനോഹരങ്ങളായിട്ടുള്ള കണ്ണുകളാണ്. ഭഗവാന്റെ തൃപ്പാദങ്ങൾ താമരയുടെ ഉള്ളിലെ ഇതള് പോലെ വളരെ മൃദുലമാണ്, മനോഹരമാണ് ഭഗവാന്റെ പാദങ്ങൾ എന്നാണ്. അപ്പോൾ നമ്മൾക്ക് ആ ഭഗവാന്റെ ആ മുഖത്ത് നോക്കണം. നമ്മൾ ക്ഷേത്രത്തിൽ പോവുകയാണ്, ആദ്യം നമ്മളെന്താ ചെയ്യുക? പെട്ടെന്ന് ഗുരുവായൂരപ്പൻ്റെ മുഖത്തേക്കാണ് നോക്കുക.
നർത്തയ്ക്കല്ല നോക്കേണ്ടതെന്ന് ഇവിടെ പറയണത്. അതിൻ്റെ ഒരു സമ്പ്രദായം എന്തായാലും ശരിക്കുള്ള ആചാരം എന്താണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ പാദം മുതൽക്ക് വേണം നമ്മൾ ഭഗവാനെ കാണാൻ. പാദം മുതൽക്ക് ഭഗവാന്റെ ആ മേലോട്ടുള്ള ഭാഗങ്ങൾ, പിന്നെ ഭഗവാന്റെ പാദങ്ങൾ, മുട്ടുകൾ, ഭഗവാന്റെ അരക്കെട്ട്, ഭഗവാന്റെ നാഭികമലം, പിന്നെ ഭഗവാന്റെ വിശേഷപ്പെട്ട മാർവിടം, കൗസ്തുഭരത്നം, പിന്നെ ഭഗവാന്റെ ഭഗവാന്റെ കൈകൾ, പിന്നെ ഭഗവാന്റെ മനോഹരമായ പുഞ്ചിരി, പിന്നെ ഭഗവാന്റെ തിരുനാസികകൾ, ഭഗവാന്റെ കവിൾത്തടം, മനോഹരമായ കണ്ണുകൾ, ഭഗവാന്റെ നെറ്റിത്തടം, പിന്നെ ഭഗവാന്റെ തിരുമുടി. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ അങ്ങനെയാണ് ഒരു ഭക്തൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സമ്പ്രദായം അങ്ങനെയാണ് എന്നാണ്. ഇവിടെ തൻ്റെ അച്ഛൻ പെങ്ങളാണ് സ്തുതിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ ലജ്ജ തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത്ര ഇവിടെ നവപങ്കജനാഭായ എന്ന് ആരംഭിക്കുന്നത് എന്ന് ശ്രീല പ്രഭുപാദർ വ്യാഖ്യാനത്തിൽ പറയുന്നു. 23-ാമത്തെ ശ്ലോകം. യഥാ ഹൃഷീകേശഖലേന ദേവകീ കംസേന രുദ്ധാധിചിരം ശുചാർപ്പിത വിമോചിതാഹം ച സഹാത്മജാ വിഭോ ത്വയൈവ നാഥേന മുഹുർവിപൽഗണാത്. വിശാൽ യഥാ ഹൃഷീകേശ ഖലേന ദേവകീ കംസേന രുദ്ധ അതിചിരം ശുചാർപ്പിത വിമോചിത അഹം ച സഹ ആത്മജാ വിഭോ ത്വയാ ഏവ നാഥേന മുഹുഹു വിപദ്ഗണാൽ. ഇവിടെ കുന്തി മഹാറാണി പ്രത്യേകം ഓർമ്മിക്കുന്നു. ഹൃഷീകേശ എന്നാണ് ഇവിടെ പറയുന്നത്. ഓരോരോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനാണ് ഹൃഷീകേശൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭഗവാൻ ഖലേന കംസൻ, ആ കംസൻ അത് ജയിലിലടച്ചു, കാരാഗൃഹത്തടച്ചു ദേവകി ദേവിയെ, വസുദേവരെ. അങ്ങനെ ആ വസുദേവനെ ജയിലിലടച്ചിട്ടുള്ള ആ സമയത്താണ് ഈ ഭഗവാൻ, പിന്നെ ഭഗവാന്റെ ജ്യേഷ്ഠന്മാരൊക്കെ ജനിച്ചത് ആ സമയത്താണ്. അപ്പോൾ ഒരേ ഒരു തവണ മാത്രമാണ് ഭഗവാൻ കംസനെ വധിച്ച്, പിന്നെ കുവലയാപീഠത്തിനെ വധിച്ച്, വല്ലന്മാരെ വധിച്ച്, കംസനെ വധിച്ച് ഒരേ ഒരു തവണയാണ് ഈ ദേവകി ദേവി വസുദേവരെയും ഭഗവാൻ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചത്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ പ്രത്യേകമായിട്ടുള്ള വാത്സല്യം, കരുണ തന്നോട് കാണിച്ചിട്ടുണ്ട്. കുന്തിദേവി ഇവിടെ ഓർമ്മിക്കുന്നു എന്നാണ്. ത്വയൈവ നാഥേന മുഹുർ വിപദ്ഗണാൽ. എന്തുകൊണ്ട് ഭഗവാൻ തൻ്റെ അമ്മയ്ക്ക് വളരെ ആപത്ത് വന്ന സമയത്തും രക്ഷിക്കാൻ പുറപ്പെടാതിരുന്നത്? ഇവിടെ ദേവകി ദേവിക്ക് പുത്രന്മാരൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുണ്ടെങ്കിലും ആശ്വസിപ്പിക്കാനായിട്ട് വസുദേവരുണ്ടായിരുന്നു. ആ ഭർത്താവ് ഉണ്ടായിരുന്നു വസുദേവരെ സാന്ത്വനിപ്പിക്കാനായിട്ട്. എന്നാൽ കുന്തിദേവി പറയുന്നു, അച്ഛൻ പോലും ഇല്ലാത്ത ഈ 5 കുഞ്ഞുങ്ങളുമായിട്ട് വനത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് അനേകം ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പോൾ മുഹുർ വിപദ്ഗണാൽ എന്നാണ് പറയുന്നത്. അനേകം ആപത്തുകൾ വന്നു. അപ്പോൾ ത്വയൈവ നാഥേന, ഭഗവാൻ മാത്രം നാഥനായിട്ട് ആരും രക്ഷിക്കാനില്ല, ഭഗവാൻ മാത്രം രക്ഷകനായിട്ട് ഞങ്ങൾ ഭഗവാനെ സേവിച്ചു. ഞാൻ ഭഗവാനെ സേവിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ ഏതാപത്തുനിന്നും ഭഗവാൻ ഞങ്ങളെ രക്ഷിച്ചു എന്നാണ്. കുന്തിദേവി ആലോചിക്കുന്നു, എത്രയെത്ര ആപത്തുകൾ, എന്തെല്ലാം വിധത്തിലുള്ള പ്രശ്നങ്ങൾ തനിക്ക് വന്നു ജീവിതത്തിൽ. ഇപ്പം നമ്മളൊക്കെ ഭഗവാന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ വരുത്തിയല്ലോ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് നമ്മൾ ദുഃഖിക്കാറുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ജീവിതത്തിൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നന്നായിരിക്കും. കാരണം ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, കടന്നു വന്ന വഴികളിൽ കൂടെ ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഏതെല്ലാം പ്രശ്നങ്ങളിൽ നിന്ന് ഭഗവാൻ നമ്മളെ രക്ഷിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ, കുറച്ചൊരാലോചനാശക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാൻ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചെയ്തത് ഒരിക്കലും ഭഗവാൻ ശിക്ഷിക്കല്ല ചെയ്തത്, പൂർണ്ണമായിട്ട് അനുഗ്രഹിക്കാനുണ്ടായതെന്ന് മനസ്സിലാവും. അങ്ങനെയുള്ള ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഭഗവാന് മുമ്പ് പോയിട്ട് എനിക്കിങ്ങനെ വരുത്തിയല്ലോ എന്ന് പറയാൻ തോന്നില്ല. കുന്തിദേവി ആലോചിക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു. വിഷാൻ മഹാഗ്നേ പുരുഷാദ ദർശനാൽ അസൽ സഭായ വനവാസകൃച്ഛ്രത മൃധേനേകമഹാരഥാസ്ത്രതോ ദൗണ്യസ്തശ്ചാസ്മഹരേഭിരക്ഷിതാം. അതായത് ആ വനത്തിൽ നിന്നും
അതായത് ഇവിടുന്ന് ഹസ്തിനപുരത്തേക്ക് വന്നത് ചെറു കുട്ടികളായിരിക്കുന്ന സമയത്ത് കുന്തിദേവി വന്നത് മുതൽക്ക് മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന ഘട്ടം വരെ കഴിഞ്ഞ് ഇവിടെ പരീക്ഷിത്ത് എന്ന ഉത്തരാദേവിയുടെ ഗർഭത്തിലുള്ള ഉണ്ണിയെ രക്ഷിക്കുന്നവരുള്ള സംഭവങ്ങൾ ഈ ഒരൊറ്റ ശ്ലോകത്തിൽ കൂടെ കുന്തിദേവി ഓർമ്മിക്കുന്നു. ഇവിടെയൊക്കെ ആപത്തുകളുടെ ഒരു വലിയ ഒരു പ്രവാഹമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് കുന്തിദേവി പറയുന്നത്. വിഷാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൊക്കെ അനേകം എത്രയോ ഗൗരവമുള്ള കഥകളാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഭീമസേനന് വിഷം കൊടുത്ത സമയത്ത്, അതേപോലെ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലാൻ ശ്രമിച്ച സമയത്ത്, പിന്നെ പുരുഷാദ ദർശനാൽ, അതായത് ബകാസുരൻ മുതലായ ഹിഡിംബൻ മുതലായിട്ടുള്ള അസുരന്മാരെ ഉപദ്രവിക്കാനായിട്ട് വന്ന ആ സമയത്ത് ഒക്കെ കഥകളുണ്ടതിൽ. അസൽ സഭായ ഏറ്റവും അധികം മനസ്സിനെ പേടിപ്പിക്കുന്ന സംഭവം, അതായത് ദ്രൗപദിയെ കൗരവന്മാരുടെ സഭയിൽ വെച്ചിട്ട് വിവസ്ത്രയാക്കിയിട്ട് അപമാനിക്കാൻ ശ്രമിക്കുന്ന ആ സമയത്ത് ഭഗവാൻ ചേലമാലാം അനന്താം എന്നാണ് പറയണത്. രാജസഭ തന്നീലാരും കാണുമാറു ദുശാസനൻ രാജീവാലോചനയായ പാഞ്ചാലി തൻ്റെ ഉടുപുടവയെ പിടിച്ചുടനടി അഴിച്ചപ്പോൾ ചടിതിയുളവായൊരു കൃപാപാഹിമാം. അനന്തമായിട്ടുള്ള വസ്ത്രങ്ങൾ പാഞ്ചാലിക്ക് ഭഗവാൻ കൊടുത്തു. എത്രയാന്ന് എണ്ണല്ല എന്നാണ് പറയണത്. ഒരു വസ്ത്രവും ഇല്ലാത്തൊരവസ്ഥ വരേണ്ട പാഞ്ചാലിക്ക് അനേകം വസ്ത്രങ്ങൾ, അളവില്ലാത്ത വസ്ത്രങ്ങൾ കൊടുത്തു എന്നാണ്. ഭഗവാനാണെങ്കിൽ ഒന്നും കുറച്ചായിട്ട് കൊടുക്കാൻ അറിയില്ല എന്നാണ് പറയണത്. എല്ലാം ധാരാളം, ആപത്തുകൾ ധാരാളമായിട്ട്. സുദാമാവിന് ആപത്തുകൾ ധാരാളമായിട്ട് ദാരിദ്ര്യം കൊടുത്തു, ഒട്ടും കുറവല്ല ദാരിദ്ര്യം, അത്രയും ദാരിദ്ര്യം കൊടുത്തു. അതേപോലെ പാണ്ഡവന്മാർക്ക് ആപത്തുകൾ ധാരാളമായിട്ട് കൊടുത്തു, അനുഗ്രഹങ്ങൾ അതിനേക്കാൾ ധാരാളമായിട്ട് അനുഗ്രഹം. സുദാമാവനാണെങ്കിലോ സമ്പദോ അമർത്യ ദുർലഭ, ദേവന്മാർക്ക് പോലും ദുർലഭമായിട്ടുള്ള ധനം കൊടുത്തു. അതോ എണ്ണിയാലോ അത് അനേകം, അതായത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ആ ഒരു ഐശ്വര്യം കൊടുത്തിട്ട് അനുഗ്രഹിച്ചു എന്നാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും ഭഗവാൻ നമ്മൾ സങ്കല്പിക്കാത്ത വിധത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. കട്ടിയായിട്ടൊന്നും പറ്റില്ല, ധാരാളമായിട്ടേ ഭഗവാൻ കൊടുക്കുള്ളൂ എന്നാണ് പറയണത്. ഇപ്പം ഗജേന്ദ്രന് ആപത്ത് വന്നു. എത്ര വർഷം? സമാസഹസ്തം ഭഗവൻ മഹീപതേ സപ്രാണയോശ്ചിത്രം അമം സദാമരാഹ. എത്രയോ കാലം, ആയിരക്കണക്കിൽ വർഷങ്ങൾ ഈ ആനയുടെ ഈ മുതലയുടെ പിടിയിൽപ്പെട്ട് ഈ ആന കഷ്ടപ്പെട്ടു. ആ സമയത്ത് അവസാന നിമിഷമാണ് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്നുള്ള ആ സ്തോത്രത്തിൻ്റെ അവസാന ഘട്ടമായപ്പോഴാണ് ഭഗവാൻ ആകാശദേശത്ത് പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ടോ ഗജേന്ദ്രനെ വളരെ ഭഗവാൻ തൻ്റെ ആ തുമ്പിക്കെ പിടിച്ചിട്ട് ഉയർത്തി. എന്നിട്ട് തൻ്റെ രൂപം, ആരൂപ്യമുക്തി എന്നാണ് പറയണത്, തൻ്റെ രൂപം കൊടുത്തിട്ട് അനുഗ്രഹിച്ചു ഭഗവാൻ എന്നാണ്. അപ്പോൾ അത്ഭുതമാണ് ഭഗവാന്റെ ഓരോരോ ലീലകളും. മൃഥേനേഹ അനേക മഹാരഥാസ്ത്രതോ, മഹാഭാരത യുദ്ധത്തിൽ വെച്ചിട്ട് എത്രയോ മഹാരഥന്മാർ അർജുനൻ്റെ പാണ്ഡവന്മാരുടെ നേരെ പ്രയോഗിച്ചിട്ടുള്ള എത്രയോ ദിവ്യമായിട്ടുള്ള അസ്ത്രങ്ങൾ ഒരൊറ്റ നിമിഷം കൊണ്ട് പാണ്ഡവന്മാർ മുഴുവൻ നശിച്ചു പോണ്ടതാണ്. എങ്ങനെ രക്ഷപ്പെട്ടത്? പാർത്ഥസാരഥിയായിട്ടുള്ള ഭഗവാൻ ആ തേരിലുണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് പാണ്ഡവന്മാർ രക്ഷപ്പെട്ടത്. അപ്പോൾ അവർ ജയിക്കാനുള്ള കാരണം, വിജയനായത് എങ്ങനെയാണ്? ഇവർ സാരഥിയായിട്ട് ഭഗവാനുള്ളത് കൊണ്ട് എന്നാണ്. ഇപ്പോൾ ഈ നിമിഷം വരെ ദ്രവണ്യസ്തശ്ചാസ്മ എന്ന് അശ്വത്ഥാമാവിൻ്റെ ഈ ഒരു ബ്രഹ്മാസ്ത്രത്തിൻ്റെ തേജസ്സിൽ നിന്നും എങ്ങനെയാണ് എൻ്റെ ഉത്തരയുടെ ഉള്ളിലുള്ള ആ ജീവൻ രക്ഷപ്പെട്ടത്? എൻ്റെ ഭഗവാന്റെ ഒരേ ഒരു അനുഗ്രഹം ഒന്ന് മാത്രം. കുന്തിദേവി കഴിഞ്ഞ സംഭവങ്ങളെല്ലാം ഓർക്കുന്നു കുന്തിദേവി. എന്നിട്ട് കുന്തിദേവി ആലോചിച്ചത് എന്താണ്? ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖങ്ങൾ വരികയാണ് നല്ലതെന്ന് ആലോചിക്കുന്നത്. എൻ്റെ ദുഃഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ വിപദ എന്നാണ് പറയുന്നത്. ആപത്ത് ദുർലഭ്യവസ്തു എന്ന് ഭഗവാനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ദുഃഖേണ ഏവ ജ്ഞാതും ശക്യ വസ്തു എന്നാണ് ദുർലഭ്യ വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു അനവധി ദുഃഖത്തിൻ്റെ വഴികളിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് മാത്രമാണ് ഭഗവാൻ നമ്മൾക്ക്
അനുഗ്രഹമായിട്ട് വരുന്നത്, ഭഗവാനെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹം വന്നു കഴിഞ്ഞാലോ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഭഗവാനെ സ്മരിക്കും. ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ അവിടെ സാന്നിധ്യം ചെയ്യാതിരിക്കില്ല. അപ്പോൾ സമ്പത്തിനേക്കാൾ കൂടുതൽ നല്ലത് ആപത്തുകളാണ്. ഭഗവാനെ സ്മരിപ്പിക്കുന്ന ആപത്തുകൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സമ്പത്താണ് എന്ന് കുന്തിദേവി പറയുന്നു. വിപത സന്തു നശ്വൽ തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യൽ സ്യാത് അപുനർഭവ ദർശനം. വിപത സന്തു നഃ ശശ്വത് തത്ര തത്ര ജഗദ്ഗുരോ ഭവത ദർശനം യൽ സ്യാത് അപുനർഭവ ദർശനം. അതായത് ഞങ്ങൾക്ക് ജീവിതത്തിൽ ആപത്തുകൾ ധാരാളം വരട്ടാനാണ് കുന്തിദേവി പറയണത്. അങ്ങനെ ആപത്തുകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും 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 ഭഗവാനെ സ്മരിക്കും. ഭഗവാനെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. ഭഗവാൻ ഞങ്ങളിൽ നിന്ന് വിട്ടുപോവാതെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ ഭഗവാന്റെ ഒരു ദർശനം എന്നുള്ളത് അപുനർഭവ ദർശനം. ഭഗവാന്റെ ദർശനം, ഭഗവാന്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭൗതികമായ ലോകത്തിൽ കൂടുതൽ കഷ്ടപ്പെട്ടതായിട്ട് വരില്ല. എവിടെ നാക്കക്കോ നാരകോവാന്നാണ് പറയുന്നത്. സ്വർഗത്തിലായാലും ഭൂമിയിലായാലും പാതാളത്തിലായാലും നരകത്തിലായാലും വൈകുണ്ഠത്തിലായാലും ഭക്തന് ഒരേ ഒരു കാര്യം മാത്രം, ഭഗവാനെ സ്മരിക്കുക, ഭഗവാനെ പൂജിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു അവസ്ഥയിലെത്തിച്ച് ഏതായാലും ഒരേപോലെ ഒരവസ്ഥ വന്നു ചേരും എന്നാണ്. അപുനർഭവ ദർശനം അവർക്ക് പിന്നെ പ്രപഞ്ചത്തിലെ ദുഃഖങ്ങൾ ബാധിക്കില്ല എന്ന് കുന്തിദേവി തൻ്റെ സ്തുതിയിൽ പറയുന്നു. പിന്നെ 26-ാമത്തെ ശ്ലോകം. ജന്മൈശ്വര്യശ്രുതശ്രീഭിരേധമാനമദപ്പുമാൻ നൈവാർഹത്യഭിധാതും വൈ ത്വാമകിഞ്ചനഗോചരം. ജന്മ ഐശ്വര്യ ശ്രുത ശ്രീഭി ഏധമാന മദ പുമാൻ നൈവ ന ഏവ അർഹതി അഭിധാതും വൈ ത്വാം അകിഞ്ചന ഗോചരം. ഇപ്പോൾ ഉയർന്ന ഒരു കുലത്തിലുള്ള ജനനം, ധാരാളം ഐശ്വര്യങ്ങൾ, പിന്നെ നല്ല ശാസ്ത്രജ്ഞാനം, അതുകൊണ്ട് പിന്നെ ധാരാളം ഐശ്വര്യങ്ങൾ, ധാരാളം ശാസ്ത്രജ്ഞാനം, നല്ല സൗന്ദര്യം, ഇതെല്ലാം നമ്മളെ അഹങ്കാരം വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്നു എന്നാണ്. അഹങ്കാരം വർദ്ധിക്കുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ദേഹാഭിമാനം വർദ്ധിച്ച് അവർക്ക് ഭഗവാനെ ഓർക്കാൻ തന്നെ സാധിക്കില്ല എന്നാണ്. നൈവാർഹത്യഭിധാതും വൈ, അവർക്കൊന്നും ഭഗവാനെ സ്വാധീനമാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് എന്താ? എൻ്റെ ഓരോരുത്തരും ആഭിജാത്യം, അതേപോലെ ധാരാളം ധനം, ഐശ്വര്യങ്ങൾ, സൗന്ദര്യം, ബന്ധുബലം, ഇതെല്ലാം ആ ഒരു ചിന്തകളാണ് കൂടുതൽ ശക്തിയായി നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഭഗവാനെ അവർക്ക് കാണാൻ സാധിക്കില്ല, ഭഗവാനെ അവർക്ക് അനുഭവപ്പെടില്ല. എങ്ങനെ അകിഞ്ചനഗോചരം. അകിഞ്ചനഗോചരം എന്നാൽ ഭൗതികമായിട്ടുള്ള ഇതെല്ലാം, ഈ കാണുന്നതെല്ലാം നശിച്ചു പോണതാണ്, നിസ്സാരമായതാണ് എന്നുള്ള ധാരണയോട് കൂടിയിട്ട് ഭഗവാനെ തീവ്രമായിട്ടുള്ള ഭാവത്തോടു കൂടെ ആരാണോ ശരണാഗതി പ്രാപിക്കുന്നത് അവർക്കാണ് ഭഗവാനെ കാണാനായിട്ട് സാധിക്കുക, അനുഭവപ്പെടുക എന്നിവിടെ സൂചിപ്പിക്കുന്നു എന്നാണ്. എന്നാൽ ഭഗവാനെ വളരെ പെട്ടെന്ന് ഭഗവാനെ പ്രാപിക്കാൻ ആർക്കാ സാധിക്കുക? ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്കാണ്. ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് അഹങ്കാരം ഉണ്ടാവില്ല. അപ്പോൾ അഹങ്കാരം ഇല്ലെങ്കിൽ പിന്നെ ആപത്തുകൾ ഒരുപാട് വരുമ്പോൾ അഹങ്കാരം ഇല്ലാണ്ടാവുമെന്നാണ് പറയണത്. അപ്പം അങ്ങനെ ഏറ്റവും കൂടുതൽ എളുപ്പം എന്താണ്? ആർക്കാണിത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുക? ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കാണ് ഈ ഭഗവാനെക്കുറിച്ച് ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. പിന്നെ കുറച്ച് ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാനെക്കുറിച്ച്. അതുകൊണ്ടാണ് സാധാരണക്കാർക്കാണ് ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എളുപ്പം. അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, അവർ ഭഗവാനെ സേവിക്കും, അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം കൂടുതലുണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ ഈ കാണുന്ന അതെല്ലാം നിസ്സാരമാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാം തികഞ്ഞിട്ടുള്ളവർക്കും ഭഗവാനെ സേവിക്കാൻ സാധിക്കാറുണ്ട്, ഭഗവാന്റെ ഭക്തന്മാരായി മാറാറുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർവ്വജന്മത്തിൽ അവർ അത്രയും പുണ്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട്. ഒരു 100 പടി ഒരു കെട്ടിടത്തിൽ കയറണമെന്ന് വിചാരിക്കുക, 98 പടി കയറി ആ ജന്മം അവരുടെ അവസാനിച്ചു. അടുത്ത ജന്മം അവർ വരുന്ന സമയത്ത് ആ സംസ്കാരത്തോടു കൂടി ജനിക്കും. എന്നിട്ടോ ബാക്കി 2 പടിയും കൂടി കയറിയാൽ മതി. അതുകൊണ്ടാണ്
ഏറ്റവും കൂടുതൽ ധനാഢ്യന്മാരായിട്ടുള്ളവർ പെട്ടെന്ന് ഭഗവത് ഭക്തിയിലേക്ക് തിരിയാൻ കാരണം അതാണ്. ആചാര്യന്മാർ പറയാറുണ്ട്, ഭഗവത് ഭക്തിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള എല്ലാ സമ്പത്തുകളും എല്ലാം അവർ ഭഗവാന് വേണ്ടിയിട്ട് ഉപയോഗിക്കും, ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. കാരണം എന്താ, പൂർവ്വജന്മത്തിൽ അവർ അങ്ങനെ ഒരു സംസ്കാരം അവരിലുണ്ട് എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് അവർക്ക് പറഞ്ഞാൽ മാറ്റങ്ങൾ വരും, അവർ ഭഗവത് സേവയ്ക്ക് അവർ തയ്യാറാവും എന്ന്. അതിൻ്റെ രഹസ്യം ഇതാണ് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. 27ാമത്തെ ശ്ലോകം. നമോ കിഞ്ചനവിത്തായ നിവൃത്ത ഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യപദയേ നമാം. നമഃ അകിഞ്ചനവിത്തായ നിവൃത്ത ഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യപദയേ നമഃ. അതായത് കൈവല്യപദ എന്ന് പറഞ്ഞാൽ എന്താണ്? നിരാകാര ബ്രഹ്മം എന്നെല്ലാം വാദിക്കുന്നവരുടെയും ലക്ഷ്യം എന്താണ് വാസ്തവത്തിൽ? അവർക്ക് ആ ഭഗവാന്റെ ബ്രഹ്മജ്യോതിസിൽ ലയിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നാണ്. അതിലും ഉപരിയാണ് ഭക്തൻ്റെ ലക്ഷ്യം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമോ അകിഞ്ചനവിത്തായ, അതായത് ഈ കാണുന്നതൊന്നും ശാശ്വതമല്ല എന്നുള്ള ഭാവത്തോടുകൂടെ, തീവ്രമായ ഭാവത്തോടുകൂടെ ഭഗവാൻ മാത്രമാണ് എൻ്റെ ധനം എന്ന് വിചാരിച്ച് സേവിക്കുന്നവർ അവരാണ്. അതാണ് ധ്രുവ മഹാരാജാവ് ഭഗവാനെ കണ്ട സമയത്ത് അതുവരെ ആഗ്രഹം ഉണ്ടായിരുന്നത് എന്താണ്? തനിക്ക് അച്ഛൻ്റെ മടിയിലിരിക്കണം, പിന്നെ സിംഹാസനത്തിലിരിക്കണം, ഉയർന്ന ആ ലോകങ്ങളിലെത്തണം, ആരും സേവിക്കാത്ത വിധത്തിൽ സേവിക്കണം, ഇതൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷേ ഭഗവാനെ കണ്ടപ്പോഴേക്ക് ധ്രുവ മഹാരാജാവ് പറയുന്നു, എനിക്ക് ഒരു വരവും ആവശ്യമില്ല, ഭഗവാനെ മാത്രം മതി, എനിക്ക് ഏറ്റവും വലിയ ധനം എന്താ? ഭഗവാൻ തന്നെയാണ് എന്ന് പറയാൻ ധ്രുവ മഹാരാജാവിന് സാധിച്ചു. പ്രഹ്ലാദൻ പറഞ്ഞത് എന്താണ്? അച്ഛൻ്റെ സാമ്രാജ്യം പ്രഹ്ലാദന് അവകാശപ്പെട്ടതാണ്. പ്രഹ്ലാദ, വരങ്ങൾ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഒരു വരവും ആവശ്യമില്ല, സാമ്രാജ്യങ്ങൾ വേണോ അതും എനിക്ക് ആവശ്യമില്ല, ഒന്ന് മാത്രം, അഹം തകാമസ്തുൽ ഭക്തസ്വം തസ്വാമി അനവാശ്രയ, എനിക്കൊന്നും ആഗ്രഹമില്ല ഭഗവാനെ, ഞാൻ അവിടുത്തെ ദാസ്യത്തിന് വേണ്ടി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് അവിടുത്തെ സേവിച്ചത് എന്ന് പറഞ്ഞ് പ്രഹ്ലാദൻ ഭഗവാൻ കൊടുത്ത അനുഗ്രഹം ഒന്നും സ്വീകരിച്ചില്ല. എന്നിട്ടോ തന്നെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചു. അകിഞ്ചനവിത്തായ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഭക്തന്മാരെ കുറിച്ചിട്ടാണ് അകിഞ്ചനവിത്തായ എന്ന് പറയാനായിട്ട് കാരണം എന്നാണ്. അപ്പോൾ ഷഡ്ഗോസ്വാമിമാരായിട്ടുള്ളവർ ഇവരെല്ലാവരും അത്രയും ഉന്നതമായ തരത്തിലുള്ളവരായിരുന്നു. ധാരാളം ആഭിജാത്യത്തിലും സാമ്പത്തികമായ കാര്യത്തിലും എന്തിലും അവർ ഏറ്റവും ഉന്നതമായ തരത്തിലുള്ളവരായിരുന്നു. അവർ അതെല്ലാം ഉപേക്ഷിച്ചവർ എന്നിട്ടോ വൃന്ദാവന ഭൂമിയിൽ വന്ന് വെറും നിസ്സാരമായിട്ടുള്ള, അതായത് ആശ്രമം പോലും ഉണ്ടായിരുന്നില്ല അവർക്ക്, പ്രത്യേകിച്ച് ആശ്രമങ്ങളൊന്നുമില്ല. എന്നിട്ട് വെറും കൗപീന ഗന്ധാശ്രയ എന്നാണ് പറയണത്. വെറും ഒരു കൗപീനം എടുത്തുകൊണ്ട്, പിന്നെ കഴുത്തിൽ ഒരു ജപമാല ധരിച്ചുകൊണ്ട്, പിന്നെ ഭഗവാന്റെ ഒരു ജലപാത്രം മാത്രം കയ്യിലെടുത്തുകൊണ്ട് വൃന്ദാവന ഭൂമിയിൽ കൂടെ സഞ്ചരിച്ചവർ. എന്തിന്? ഭഗവാന്റെ തിരുനാമങ്ങളും ജപിച്ചിട്ട്. അതാണ് അപ്പോൾ ഷഡ് ഗോസ്വാമിമാർ അതിന് ഉദാഹരണമാണ് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് അതിനെക്കുറിച്ചിട്ട് എന്നാണ്. ഇവിടെ 28ാമത്തെ ശ്ലോകം. മന്യേ ത്വാം കാലമേശാനം അനാദിനിധനം വിഭും സമം തരന്തം സർവത്ര ഭൂതാനാം യന്മിഥ കലീം ആണ്. മന്യേ ത്വാം ഭഗവാൻ, മന്യേ ത്വാം കാലം ഈശാനം അനാദിനിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനാം യന്മിഥ കലി. അതായത് ഭഗവാൻ കാലസ്വരൂപിയാണ്. ഭഗവാൻ ശാശ്വതമായ കാലസ്വരൂപിയാണ് ഭഗവാൻ. പിന്നെ എല്ലാത്തിനും നിയന്ത്രിക്കുന്ന, സർവവും നിയന്ത്രിക്കുന്ന ഈശ്വരനാണ് ഭഗവാൻ. പിന്നെ ഭഗവാൻ എന്താണ്? ആദിയും അന്തവും ഇല്ലാത്ത ആളാണ്. ആദിയില്ല അവസാനമില്ല ഭഗവാന് എന്നാണ്. അതാണ് ആദിപുരുഷൻ എന്ന് ഭഗവാനെക്കുറിച്ച് പറയുന്നത്. പിന്നെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ്, സർവജ്ഞനാണ് ഭഗവാൻ. കുന്തിദേവി പറയുന്നു. അപ്പോൾ അവിടുന്ന് കരുണയുടെ കാര്യത്തിൽ അവിടുന്ന് എല്ലാവർക്കും ഒരേപോലെയാണ് കരുണ ചെയ്തിരിക്കുന്നത് ഭഗവാൻ. ഓരോ ശരീരങ്ങളിലും ഭഗവാൻ ചൈതന്യമായി സാന്നിധ്യം ചെയ്യുന്നു, സമമായിട്ട് തന്നെയാണ്. പക്ഷേ
ചിലർക്ക് ഭഗവാന്റെ കരുണ കൂടുതൽ കിട്ടുന്നു. എന്ത്? ഭഗവാനെ ആശ്രയിക്കുന്നത് ഭഗവാന്റെ കരുണ കൂടുതൽ ഉണ്ടാവുന്നു, അനുഭവപ്പെടുന്നു. ഭഗവാനെ ആശ്രയിക്കാത്തവർക്ക്, ഭഗവാനെ തിരസ്കരിക്കുന്നവർക്ക് ഭഗവാന്റെ കരുണ അനുഭവപ്പെടുന്നില്ല. ഭഗവാൻ ഉള്ളിലുണ്ട്, പക്ഷേ ഭഗവാനെ വിളിക്കാൻ തയ്യാറാവണില്ലെങ്കിലോ ഭഗവാന്റെ കരുണ അവർക്ക് അനുഭവപ്പെടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പരമാത്മാവായിട്ട് ഭഗവാൻ ഓരോ ശരീരത്തിലും സാന്നിധ്യം ചെയ്യുന്നുണ്ട്. അതിനെ അറിഞ്ഞ് സേവിക്കുന്നവർക്ക് ഭഗവാൻ നമ്മളുടെ ഓരോ കാൽവെപ്പിലും ഭഗവാന്റെ അനുഗ്രഹങ്ങളും ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള അനുഭൂതികളും അനുഭവപ്പെടും. അതല്ലാത്തവർക്കാണെങ്കിൽ അനുഭവപ്പെടില്ല. ഒരു മുറി, അതിൽ സൂര്യപ്രകാശം പുറത്തുണ്ട്, വാതിലടച്ച് നമ്മൾ ഇവിടെ ഇരുട്ടാണെന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ആ വാതിലുകൾ തുറന്നിടണം. തുറന്നിട്ട് കഴിഞ്ഞാൽ മാത്രമേ വെളിച്ചം അകത്തേക്ക് പ്രവേശിക്കുള്ളൂ. ഇതേപോലെ ആണ് ആ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഹൃദയത്തിൻ്റെ കവാടം തുറന്നു വെക്കണം. സജ്ജനങ്ങൾ പറയുന്നത് കേൾക്കാൻ നമ്മൾക്ക് സാധിക്കണം, അതനുസരിക്കാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് അത് സ്വയം അനുഭവപ്പെടുള്ളൂ. അതായത് കാലം ഈശാനം അനാദി നിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനാം എൻ മിഥക്കലി. അതായത് പല വിധത്തിലുള്ള ആ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വരുന്നത് എന്താണ്? അവനവൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ ഒട്ടും അറിയാതിരിക്കുന്നത് കൊണ്ടാണ് എന്ന് കുന്തി ദേവി സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഇതിവിടെ നിർത്താം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇത്രയും ഭാഗം നമ്മൾക്ക് വായിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും സാധിച്ചു. അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് പറയാം. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.